Pooja, there are lots of things I want to ask you about. പക്ഷെ പേഴ്സണലി ഒരു ഇൻവേർഡ് ജേർണി എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ I know you come from a family which has always supported you and which has always seen you as a very confident, capable person. ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ അറിയാം പക്ഷെ അല്ലെങ്കിൽ തന്നെ ഫാമിലി സപ്പോർട്ട് വാസ് വെരി സ്ട്രോങ്. പക്ഷേ ഇൻ എ സൊസൈറ്റി ദാറ്റ് ഹാസ് സർട്ടൺ സ്റ്റാൻഡേർഡ്സ്, നേരത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബ്യൂട്ടി. ആൻഡ് അത് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ആർ ബ്രാൻഡഡ് എസ് ഫാറ്റ് ആൻഡ് യു ഡോണ്ട് ഫിറ്റ് ഇൻ ദ നോർമൽ structure. And added to that, if you have a little bit of weight, then you are in trouble. പൂജയ്ക്ക് അങ്ങനത്തെ ഇൻസ്റ്റൻസസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വേർ യു ഹാഡ് ടു ക്വസ്റ്റ്യൻ യുവർ സെൽഫ് ആൻഡ് ആസ്ക് am I not good looking enough, or have you ever struggled with that thought? Of course. അത് കോൺസ്റ്റന്റ്ലി ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഐ വാസ് ഓൾവേസ് ദ ടോളിസ്റ്റ്. പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ നാടക ക്ലാസ്സിലൊക്കെ ഉള്ളപ്പം എൻ്റെ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ചെറുതായിരിക്കും. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചേട്ടന്മാരെ എടുത്ത് പൊന്തിച്ച് ഈ ചെങ്ങമ്പുഴ പാർക്കിൽ ഇപ്പോഴും ഉണ്ട് ഒരു ആന. അപ്പൊ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കൊണ്ടിരുത്തും, എന്നെ മാത്രം ചോദിക്കത്ത് പോലുമില്ല, ഞാൻ അവിടെ നിൽക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആസ് എ ചൈൽഡ് ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ ഞാൻ അതൊരു യൂസ് ടു പോലെയായി. ഒരു സമയത്ത് തടി മെലിഞ്ഞിട്ടും ആൾക്കാരത് ശ്രദ്ധിക്കാത്ത പോലെ തോന്നി ബിക്കോസ് ഓഫ് ദ ബ്രോഡ് ഫ്രെയിം. പിന്നെ ആക്ച്വലി എന്റെ ബോഡി പല സൈസസിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഏറ്റവും സുന്ദരി when I'm the happiest inside. When I can really smile. I think അതിനൊരു സൗന്ദര്യമുണ്ട്. അതർവൈസ് എന്ത് സൈസിലാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പിന്നെ നമ്മൾ പേഴ്സണലി ആസ് എൻ ആക്ടർ എന്തൊക്കെ ജേർണിയിലൂടെയാണ് പോകുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഐ ഗെയിൻഡ് ലൈക്ക് എ ഗുഡ് 10 to 15 kgs ലാസ്റ്റ് 2 years ബാക്ക് ഫോർ എ റോൾ. പക്ഷെ ഇത് തിരിച്ചു വരുന്നുള്ളൊരു സമയം ഉണ്ടായിട്ടുമില്ല. എന്താ വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്യായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പൊ വേറൊരു റോളിന് വേണ്ടി ഇപ്പൊ കട്ട് തുടങ്ങി. അപ്പൊ ഇതിന് പിന്നെ നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയൊക്കെ പഠിച്ചല്ലോ. അപ്പൊ അതിന്റെ ഫുഡിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ലേറ്റ് ഇൻ ദ 20s ഒക്കെ ആൻഡ് ഏർലി 30s ഇപ്പോൾ വന്ന കുറെ സുഹൃത്തുക്കൾ, അത് ആണും പെണ്ണും, ഇവര് ആ ഒരു ചിന്താഗതിയെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ വെരി അപ്രീഷിയേറ്റീവ് ഓഫ് ഹൗ ഐ ലുക്ക് ഓർ ഹൗ ഐ ആം. ഇപ്പം നമ്മളെ പേഴ്സൺ എന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ ഉള്ളപ്പോഴും ഉണ്ട്. പക്ഷെ സിംഗപ്പൂരിലുള്ളപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളൊരു എക്സോട്ടിക് സാധനം ആയതുകൊണ്ടാണ്, അവർക്ക് എക്സോട്ടിക് സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ഒരു കുർത്ത ഇട്ടുകൊണ്ട് പോയാൽ തന്നെ ഓ ഹൗ പ്രിറ്റി, ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷെ അവർക്ക് ജെനുവിൻലി തോന്നുന്നതായിരിക്കാം. ഒരു സാരി ഉടുത്താലൊക്കെ ഓ ഹൗ പ്രിറ്റി, ഹൗ ക്യൂട്ട്, ഹൗ മറ്റേ ആ സാധനം. പക്ഷെ നമ്മള് മുടിയും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ദാറ്റ് ഈസ് ഇനഫ് ഫോർ ദെം ടു ബി അട്രാക്റ്റഡ് ടു യു ലൈക്ക്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ പുതിയ കുറെ ഉണ്ടായ സൗഹൃദങ്ങൾ ഭയങ്കരമായിട്ട് ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ഐ എം വെരി കംഫർട്ടബിൾ ഇൻ എനി സൈസ് ഐ ആം. നോബഡി ക്യാൻ മേക്ക് മീ ഫീൽ ബാഡ്. അത് അമ്മയാണെങ്കിലും അമ്മാവനാണെങ്കിലും ആർക്കും പറ്റില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിലും ആർക്കും പറ്റില്ല. ആൻഡ് ഒരു കാലത്ത് വാട്ട് സ്ലീവ്ലെസ് ഇടാൻ വരെ പേടിയായിരുന്നു കേരളത്തെ പെൺപിള്ളേർക്ക്. I mean, today, even now, you're facing flack for that. Yeah. Some things don't change. പിന്നെ ഈ സ്ലീവ്ലെസ് ഞാൻ കൊച്ചിലെ തൊട്ട് നിക്കറും സ്ലീവ്ലെസ് ടീഷർട്ട്സും ടാങ്ക് ടോപ്സും ഇട്ട് വളർന്ന കുട്ടിയാ. അപ്പം അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വളർന്ന ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഫൈനലി ഇനഫ് മൈ മദർ ഹാസ് ഫോർ ദ ഫസ്റ്റ് ടൈം സെഡ് മോളെ പുറത്ത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ബിക്കോസ് ഓഫ് ദ റീഡ്. അപ്പൊ ആസ് യു സെഡ് ലൈക്ക് എന്താ പറയാ, ചില കമന്റ്സ് അറിയോ, ഈ അവസരം കിട്ടാൻ വേണ്ടി ഇത് കാണിച്ച് നടക്കുന്നു. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ എന്താണ് അവസരം കൂടുതൽ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണ്, എൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെയല്ല ഡ്രസ്സ് ചെയ്തിട്ട്. അത് ഭയങ്കര
സാധാരണ സ്ത്രീകൾ അങ്ങനെയാണ് ആൾക്കാർ എന്നെ കണ്ടിട്ടുള്ളത്. സോ മേ ബി ദേ ലൈക്ക് മീ ദാറ്റ് വേ. പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ അമ്മയ്ക്കൊക്കെ ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ അൺഫെയർ ടു പുട്ട് സച്ച് കമന്റ്സ്. ലൈക്ക് അവസരം കിട്ടാൻ വേണ്ടി അമ്മ അങ്ങനെ നടത്തിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ മൈ മദർ റിയലി ഹേർട്സ്. പക്ഷെ നമുക്കൊന്നും പറയാനില്ല. ഇന്നും പറയാം നിനക്കൊരു 2 പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാനാ നിനക്ക് കടം തരുന്നത്. അല്ലാണ്ട് അവിടുന്ന് ഇങ്ങോട്ടൊന്നും ലൈക്ക് വി ഡോണ്ട് നീഡ് ഓൾസോ. ഐ എം ഈസ് ഗുഡ്. അത് സത്യമാണ്. ഇപ്പോഴും ഫ്രം ദ കൈൻഡ് ഓഫ് മണി ദാറ്റ് വി മേക്ക് ഇസ് നോട്ട് റിയലി ഇനഫ്. So obviously the person who's supporting me is my mom, right? Like I live rent free because I own a flat in Kochi because my father has bought that flat. You know, I have a lot of privileges like that. അതൊക്കെ എൻ്റെ ഫാമിലിയാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷെ അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരിട്ട് സമ്മതിക്കില്ലെങ്കിലും ഒരു പ്രിവിലേജ് തന്നെയാണ്. മീൻസ് ഞാൻ അവരോട് സമ്മതിക്കില്ലെന്നു. ഐ സേ ഇറ്റ് എവ്രിവെയർ എൽസ്. ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു ചേച്ചിയും അങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും ചേച്ചിയുടെ മക്കളും ഒക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഇതൊന്നും അവരെ അഫക്റ്റ് ചെയ്യില്ല വേറെ രീതിയിൽ.